ന്യൂസുകൾ കൊണ്ടു നടക്കരുത്. ഖീല വഖാൽ വകസറത സുആൽ, നിങ്ങൾ അനാവശ്യമായ ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായിരുന്നാലും ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. മഹാനായ അലിയാർ തങ്ങൾ അലി ഇബ്നു അബ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിവരിച്ചു കൊടുക്കുകയാണ്. പുണ്യ നബി ചോദിച്ചു, മോളെ മല്ലദീ ജാഅ ബികി യാ ബിൻത റസൂലില്ലാഹ്. നോക്കണേ, യാ ബിൻതി, എന്റെ മോളെ എന്ന് പറയേണ്ടിടത്ത് നബി തങ്ങൾ പറയുന്നത് എന്താ? യാ ബിൻത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മോളെ, എന്തിനാണ് നിങ്ങൾ വന്നത്? ഫസ്തഹയത് വസകതത് ഫഖാല അലി, അപ്പോഴാണ് അലിയാർ തങ്ങൾ എഴുന്നേറ്റത്. അന ഉഖ്ബിറുക യാ റസൂലല്ലാഹ്, പുണ്യ നബിയെ ഞാൻ പറയട്ടെ. ഫാത്തിമ ബിവിക്കത് പറയാൻ മടിയാണ്. ഇന്ന ഫാത്തിമ ഖദ് ജറത് ബിർറഹാ, ഫാത്തിമ റളിയല്ലാഹു അൻഹാ ആസുകല്ലുകൊണ്ട് കൈ കൊണ്ട് അത് ഉരുട്ടുമ്പോ മഹദിയുടെ കൈ ഹത്താ അസ്റത് ഫീ യദിഹാ, കയ്യിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് നബിയേ. കാരണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയാർ തങ്ങളുടെ കൂടെ ജീവിച്ച് മഹദി വഫാത്താകുമ്പോ ബീവിക്ക് 20 വയസ്സായിട്ടുള്ളൂ. ബീവി റളിയല്ലാഹു അൻഹ ഹസൻ ഹുസൈനാർ തങ്ങൾക്കും അവരുടെ പെങ്ങന്മാർക്കും ജന്മം കൊടുത്ത് ഉമ്മു കുൽസൂം എന്ന മോളുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക്. നമ്മൾ ഹസൻ ഹുസൈൻ തങ്ങളെ മാത്രമേ കേൾക്കുക, വേറെയും പെൺമക്കളുണ്ട്. ആ മക്കളെയൊക്കെ പ്രസവിച്ച് ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് 20 വയസ്സായിട്ടുള്ളൂ. അപ്പൊ എത്ര ചെറുപ്പത്തിലാണ് ഈ കൈകൾക്ക് ഈ മുറിവുകളൊക്കെ ആയത് എന്ന് ആലോചിച്ച് നോക്കി. حتى أثرت في يدها وكنست البيت حتى غبرت ثيابها. നബിയേ, അവര് നിങ്ങളുടെ മോള്, അങ്ങയുടെ മോള്, എന്റെ ഭാര്യ ഫാത്തിമ ബീവി പുരടിച്ചു വാരിയിട്ടതിന് മണ്ണും പൊടിയുമായിട്ട് അന്ന് വസ്ത്രം അലക്കാൻ കഴിയില്ല, പ്രയാസമാണ്. വെള്ളം ദൗർലഭ്യമുള്ള കാലമാണ്. വസ്ത്രം പോലും അലക്കിയാൽ കേടുവരുന്ന കാലം. നബിയെ, വസ്ത്രങ്ങളില്ല, ഉള്ളത് പൊടി പിടിച്ചു കിടക്കുകയാണ്. വഹമലത്തിൽ ഖിർബ, വെള്ളം കൊണ്ടുവരുന്ന തോലിന്റെ പാത്രങ്ങൾ ചുമലിൽ വെച്ചിട്ട് അവരുടെ കഴുത്തിൽ മുഴുവൻ മുറിവുകളാണ് നബിയെ. വഔഖദത് അലൽ ഖിദ്രി, പാത്രങ്ങൾ വെച്ച് ഭക്ഷണം പാകം ചെയ്യുന്നു, അതിന്റെ പേരിൽ വസ്ത്രങ്ങൾ പോലും നുരുമ്പിയിട്ടുണ്ട്. وإني سمعت أن خداما أو أعبدا جاءوك. നബിയെ, അങ്ങേക്ക് അടിമകളുണ്ട്, അവിടെ വന്നിട്ടുണ്ട്, ഗനീമത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അതിന്റെ പേരിലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നത്. ഞങ്ങൾക്ക് വേണം എന്നതിനെ കൂടെ അത് പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെയാ നബിയെ, അങ്ങേക്ക് അടിമകളുണ്ടല്ലോ അങ്ങയുടെ അടുത്ത് വന്നത്, അത്രേ പറഞ്ഞു. അതിലൊന്ന് തരുമോ എന്ന് പറഞ്ഞില്ല. അങ്ങ് എക്സ്പ്ലിസിറ്റ്ലി ചോദിച്ചില്ല, അതങ്ങ് പരസ്യമായിട്ട് വ്യക്തമായി അങ്ങ് ചോദിച്ചില്ല. അതൊക്കെ ഒരു മര്യാദയാണ്. ഇന്ന് ഉളുപ്പില്ലാണ്ട് ചോദിക്കാന്നൊക്കെ പറയില്ലേ, ആ ഉളുപ്പില്ലായ്മ വലിയൊരു വിഷയമാണ്. അങ്ങനെ ആവരുത്, ആണും പെണ്ണും ഭാര്യയും ഭർത്താവും. ഫഖാല റസൂലുള്ളാഹ്, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിക്കാനും അനുവർത്തിക്കാനും പാഠമാകുന്ന ഒരു അറിവ് ആ സമയത്താണ് പുണ്യനബി പറഞ്ഞു കൊടുക്കുന്നത്. മോളെ ഫാത്തിമ, മോനെ അലിയാരെ, അലാ അദുല്ലുകുമാ മാ ഹുവ ഖൈറുൽ ലകുമാ മിൻ ഖാദിം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വേലക്കാരനോ വേലക്കാരിയോ അവരെക്കാളൊക്കെ ഏറ്റവും നിങ്ങൾക്ക് പുണ്യമായത് നിങ്ങൾ രണ്ടുപേർക്കും വാപ്പയായ ഞാൻ പറഞ്ഞു തരട്ടെയോ? അത് വേണ്ട. നോക്കണേ, ആ പിന്നെ ജോലിയൊക്കെ ഫാത്തിമ തന്നെ ചെയ്തു മോളെ. ഒരുപാട് ഹിക്മത്തുണ്ടാകും അതിന്. വീട്ടിലൊരു വേലക്കാരി വരുന്നതോടുകൂടെ ഉണ്ടാകുന്ന ഫിത്നകൾ അവോയ്ഡ് ചെയ്യലാകാം. വീട്ടിലെ മക്കൾക്ക് ഒരു വേലക്കാരിയുടെ സംസ്കാരമോ സ്വഭാവമോ മക്കൾ കണ്ടുപഠിക്കുന്നത് ഇല്ലാതിരിക്കാനാവാം. നല്ലതും ചീത്തൊക്കെ അവരുടെ അടുത്തുണ്ടാവും. ചിലപ്പോ മറ്റു പല തിന്മകളിലേക്കും വഴിമാറിപ്പോകുന്നതിനെ തടയിടാനാവാം. അറിയില്ല. തങ്ങൾ പറഞ്ഞു, മക്കളെ, നിങ്ങൾക്കതിലും ഖൈർ ഞാൻ പറഞ്ഞു തരാം. എന്താ? ഇദാ അവൈതുമാ ഇലാ മദാജിഇകുമാ, മോളെ ഫാത്തിമ, മോനെ അലിയെ, നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഫസബ്ബിഹാ 33 തവണ സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾക്ക് ചൊല്ലണം. നിങ്ങൾ ചൊല്ലണം 33 തവണ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് 33.
വഹ്മിദാ 33 33 അൽഹംദുലില്ലാ ചൊല്ലണമേ. വകബ്ബിറാ 34 34 അല്ലാഹു അക്ബർ. മറ്റേത് 2 സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാ 33 നിസ്കാരം കഴിഞ്ഞ് ചൊല്ലൂലേ, സെയിം അതേ ദിക്ർ. സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാ 33 നിസ്കാരം കഴിഞ്ഞ് അല്ലാഹു അക്ബർ 33 ആണ്. ഉറങ്ങുമ്പോ അല്ലാഹു അക്ബർ 34. ഇത് നിങ്ങൾ ചൊല്ലിയാൽ മതി. ഫഇന്നഹു ഖൈറുൽ ലക്കും മിൻ ഖാദിമിൻ, ഇത് നിങ്ങൾക്ക് ഒരു ഖാദിമിനെ ലഭിക്കുന്നതിനേക്കാളും ഖൈറാൻ. ഈ ദിക്റിനെ സംബന്ധിച്ച് ആലിമീങ്ങൾ പറയാ, ഇന്ന ഹാദിഹിൽ അദ്കാർ ഖദ് ജുർബത് ലിമൻ ഹാഫള അലൈഹാ ഇൻദ النوم أنه يجد من القوة والقدرة على معاناة الأعمال ما يجد غيره. ക്ഷീണിച്ച് കിടക്കുന്ന ഒരാൾ, തളർന്നു കിടക്കുന്ന ഒരാൾ ഈ ദിക്ർ ചൊല്ലുകയും പരീക്ഷിക്കുകയും ചെയ്തപ്പോഴേ അത് പരീക്ഷിക്കപ്പെട്ട ഒരു ദിക്റാണ്. എത്രയോ ക്ഷീണമുള്ള ആള് ഈ ദിക്ർ ചൊല്ലി കിടന്നുറങ്ങുകയാണെങ്കിൽ ആ ദിക്ർ ചൊല്ലിയതിന്റെ പേരിൽ ക്ഷീണം അകന്നു പോകുന്നത്, ക്ഷീണം മാറിപ്പോകുന്നത് അനുഭവമാണ്. ഒരു വേലക്കാരിയോ വേലക്കാരനോ സേവനത്തിനുണ്ടായി നമ്മൾ ആശ്വസിക്കുന്ന പോലെ ജോലി ചെയ്തിട്ട് ഈ ദിക്ർ ചൊല്ലി കിടക്കുകയാണെങ്കിൽ ജോലി കാരണമുള്ള ക്ഷീണം ഒഴിവാകുമെന്ന് പരീക്ഷിക്കപ്പെട്ടതാണ്, അനുഭവമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. അതുകൊണ്ട് നമുക്കത് പരിശോധിച്ചത്, ഇത് ചൊല്ലുന്നവരുണ്ടാകും, അത് സ്ഥിരം ചൊല്ലിക്കൊണ്ടിരിക്കുക. 33 അപ്പൊ കൈ കൊണ്ടങ്ങ് എണ്ണിയാൽ മതി. കയ്യിൽ ഒരു വിരലിൽ 3, അങ്ങനെ 5 വിരലാകുമ്പോ 3 15. അപ്പൊ 2 തവണ 30 പിന്നെ ഒരു വിരലും കൂടെ കൂട്ടിയാൽ 33. ഇതിൽ 34 ഒന്നുകൂടെ കൂട്ടുക, അല്ലാഹു അക്ബർ 34. ഇതിങ്ങനെ ചൊല്ലിയാൽ ഉറക്കം വരാതിരുന്നാൽ ഉറക്കം വരാനുള്ള ഏറ്റവും നല്ല ട്രീറ്റ്മെന്റും ഈ ദിക്റാണ്. ചിലർ ഉറക്കം വരുന്നില്ല, ഒരു 3 തവണ ഈ റൗണ്ട് അങ്ങ് ചൊല്ലിയാൽ 33 സുബ്ഹാനല്ലാഹ് 33 അല്ലാഹു അക്ബർ 33 അൽഹംദുലില്ലാഹ് 34 അല്ലാഹു അക്ബർ ഒരിക്കൽ ചെല്ലുക. അപ്പൊ ഉറങ്ങിപ്പോകും, ചിലപ്പോൾ അതിന് ഇടക്കനെ ഉറങ്ങിപ്പോകും. ഇല്ലേ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഉറങ്ങിയിരിക്കും. അത് മുജറബാണ്, ആലിമീങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യമാണത്. വേറെ ഉറക്കിന്റെ ഗുളിയൊന്നും കുടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ സ്മരണയിലായിട്ട് ആ എണ്ണം പഴക്കരുത് കേട്ടോ. 33 തന്നെ, 34 34 എന്താ 35 ആയിക്കോട്ടെ, 2 ഞാൻ ഏറെ ചൊല്ലിക്കോട്ടെ, അങ്ങനെ കൂട്ടരുത്. എന്തെന്നറിയോ, ഈ ഡോറിന്റെ ചാവിയുടെ പല്ല് പോലെ ഒരു പല്ല് ഏറെ ആ വാതിൽ തുറക്കൂല. അതിന് കൃത്യമായ എണ്ണം കൊടുക്കുന്നത് അത് ശരീഅത്തിന്റെ ഒരു സിറാണ്, ഒരു രഹസ്യമാണ്. അപ്പൊ നിന്റെ വക 4 പല്ല് ഏറെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ചാവി മാറ്റിയ തുറന്നാ കിട്ടൂല, അത്രേ ഉള്ളൂ. ചാവിയൊക്കെ നല്ല ചാവിയായിരിക്കും. എന്ന പോലെ ഈ 33 തന്നെ, 33 34 ഇത് ചൊല്ലിയാൽ ക്ഷീണം ഉണ്ടാവില്ല. ജോലിക്ക് പോകുന്നവരുണ്ട്, വീട്ടിൽ ജോലി ചെയ്യുന്ന ഉമ്മമാരുണ്ട്, അധ്വാനിക്കാൻ പോകുന്ന ഉപ്പമാരോട് ഇരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ആ ഒരു ദിക്ർ പതിവാക്കി പോരുക. ഉറങ്ങുന്ന സമയത്ത് നല്ല അസറുണ്ടാവും. എന്നല്ല നമുക്ക് ഉറങ്ങി വിശ്രമിക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. കിട്ടുന്ന സമയം ഈ ദിക്ർ ചൊല്ലി കിടക്കുക. അതുകൊണ്ട് വലിയ ആശ്വാസമുണ്ടാകും. പുണ്യനബി മോൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. എന്തിന്? ഞങ്ങളിത് എന്നും ചൊല്ലുമായിരുന്നു. فوالله ما تركتهن منذ سمعتهن من رسول الله صلى الله عليه وسلم. പുണ്യനബി തങ്ങൾ എനിക്കും ഫാത്തിമ ബീവിക്കും ഈ ദിക്ർ പഠിപ്പിച്ചു തന്നതിന് ശേഷം ഞാനും ഫാത്തിമ ബീവിയും ഇത് മറന്നുപോയിട്ടില്ല. അപ്പൊ ആളുകൾ ചോദിച്ചു, വലാ ലൈലത സുഫീൻ, സുഫീൻ യുദ്ധം നടക്കുന്ന അന്ന് രാത്രിയും നിങ്ങൾ ഓതിയിരുന്നോ? വലാ ലൈലത സുഫീൻ, സുഫീൻ യുദ്ധം നടക്കുന്ന അന്നും ഞാനിത് മറന്നിട്ടില്ല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മരണം വരെ പിന്നെ ഇത് കൊണ്ടുപോയിതാ. പാപ്പയോട്, പാപ്പാക്ക് സൗകര്യം ഉണ്ടായിട്ട് ഒരു ഖാദിമിനെ തരുമോ എന്ന് ചോദിച്ചപ്പോ പുണ്യനബി, മോളെ അത് മോൾക്ക് വേണ്ട, അത് മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി നബി തങ്ങൾ നിയ്യത്ത് ചെയ്തതാ, അത് വീട്ടുകാർക്ക് വേണ്ട. അതിന്റെ മറ്റൊരു പൊരുൾ അതായിരുന്നു. എന്നിട്ട് അതിലും ഖൈർ നബി തങ്ങൾ ടാസ്ക് ഏറെ കൊടുക്കുക ചെയ്തത്. ഈ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് നബിയെ, അതുകൊണ്ട് ഒരു ഖാദിമിനെ, അതുകൊണ്ടൊരു സെർവന്റിനെ എന്ന് ചോദിച്ചപ്പോ കിടന്നുറങ്ങുമ്പോ ദിക്റൊന്ന് കൂട്ടിക്കൊടുത്തു. ഉറങ്ങുമ്പോ ഇതുകൂടെ അങ്ങ് ചെയ്ത് ഉറങ്ങിക്കോളൂ, നിങ്ങൾക്കതാണ് നല്ലത്. പക്ഷെ അത് ഖൈറായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലിയാർ തങ്ങളും അതിന്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ രാത്രിയിൽ നമ്മൾ ഓർക്ക് മുമ്പ് കേട്ടതായിരിക്കും, അറിയുന്ന അറിവായിരിക്കും, എന്നാലും ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കുക.
മക്കൾക്ക് ചൊല്ലിക്കൊടുക്കുക. മക്കളോടൊക്കെ ചൊല്ലാൻ പറയാം. അവർക്കൊക്കെ അറിയുമല്ലോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. പിന്നെ അതിന്റെ കൂടെ ബിസ്മിക റബ്ബി വദഅതു ജംബിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആദ്യം ചൊല്ലുക. ആയത്തുൽ കുർസി ഓതുക, ആമന റസൂൽ ഓതുക, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുക, സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം, തൗബയുടെ അവസാന ഭാഗം അങ്ങനെ ഓതാൻ പറ്റുന്നതൊക്കെ ഓതുക. എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓരോന്നും 3 തവണ. നമ്മളിതൊക്കെ ഓതാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് ഓതി തുടങ്ങുമ്പോൾ തന്നെ ഉറങ്ങിപ്പോയാൽ ഈ നിയ്യത്ത് ചെയ്ത ഓത്ത് നമ്മൾ ഉണരുന്നവരെ ഓതിയ കൂലി കിട്ടുന്നതാണ്. 33 നിയ്യത്ത് ചെയ്ത് 10 ഉറങ്ങിപ്പോയിട്ടുണ്ട് ആള്. എന്നാൽ നേരം വെളുക്കുന്നവരെ സുബ്ഹാനല്ലാഹ് ചൊല്ലിയ കൂലി അല്ലാഹു തരും. നേരം വെളുക്കുന്നവരെ അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ചൊല്ലിയ കൂലി മാഷാ അല്ലാഹ്. അറിയാതെ കിട്ടുന്ന അമലല്ലേ. അതുകൊണ്ട് മറക്കാതിരിക്കുക, നമ്മുടെ വീട്ടുകാരൊക്കെ ഓർമ്മിപ്പിക്കുകയും ചെയ്യാം. അസ്മാ റളിയല്ലാഹു തആല അൻഹയെ നമ്മൾ മറ്റൊരു സംഭവത്തിലൂടെ പഠിക്കുകയാണ്. ഇത് അസ്മാ ബീവി തങ്ങൾ റളിയല്ലാഹു അൻഹ തന്നെ. സ്വഹീഹ് മുസ്ലിമിൽ ഉള്ള ഹദീഥാണിത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീവി, അവരുടെ ഭർത്താവായിരുന്നു സുബൈർ ഇബ്നുൽ അവ്വാം. അതുകൊണ്ടാണ് മോന്റെ പേര് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ആകുന്നത്. തസവ്വജനി അസ്സുബൈർ റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം എന്നവർ എന്നെ വിവാഹം ചെയ്ത നേരം വലൈസ ലഹു ഫിൽ അർളി മിൻ മാലിൻ വലാ മംലൂകിൻ വലാ ഷൈഇൻ, എന്റെ ഭർത്താവിന് ഭൂമിയിൽ ഒരിടം ഭൂമി പോലുമില്ല, 1 സെന്റ് ഭൂമി പോലും എന്റെ ഭർത്താവ് സുബൈർ എന്നവർക്കില്ല. വലാ മംലൂക്കിൻ എന്ന അടിമകളുണ്ട്, എന്റെ ഭർത്താവിന് ഒരു അടിമയുമില്ല. ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, ഒരു പിക്കപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അന്ന് പണിയെടുപ്പിക്കുന്നത് അടിമകളാണ്. എന്നാൽ ഒരു കുതിരയുണ്ട്, ഒരേ ഒരു കുതിര. ആ കുതിരയാണ് റെന്റിന് കൊടുത്തിട്ടും അല്ലാതെയും അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുകയായിരുന്നു ഞങ്ങൾ. ഖാലത്ത്, അസ്മാ ബീവി പറയുകയാണ് കഥ. സുബൈർ എന്നവരുടെ കുതിരക്ക് ഞാനാണ് തീറ്റ കൊടുത്തിരുന്നത്. കന്നുകാലികളുടെ വീട് മുമ്പൊക്കെ കല്യാണം ആലോചിക്കുമ്പോ എന്താ പറയാ, പുല്ലും കെട്ടുണ്ടോ വൈക്കോൽ ഉണ്ടുണ്ടോന്നാ നോക്കുക. എന്തേ ഒക്കെ പൈസക്കാരെ വരക്കെ ഉണ്ടോ, ഇന്ന് അതുണ്ടോ? ആ വൈക്ക് പോകില്ല കുട്ടികൾ, ചാണകം മണക്കും, എന്നെ കൊണ്ട് മേടിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, കാലം മാറിയ മാറ്റേ. തസവ്വജനി സുബൈർ എന്നവർ എന്നെ കല്യാണം കഴിക്കുമ്പോ ബഹുമാനപ്പെട്ടവർക്ക് ഒരേ ഒരു കുതിരയെ ഉണ്ടായിരുന്നുള്ളൂ. ആ കുതിരയാണ് ബഹുമാനപ്പെട്ടവർ വാടകക്ക് കൊടുത്തിരുന്നത്. അപ്പോ കുതിരയെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിന് ഭക്ഷണം കൊടുക്കണം. ഞാനാണ് അതിന്റെ അലഫ് കൊണ്ടുവന്നിരുന്നത്, അതിന് തിന്നാനുള്ള തീറ്റ കൊണ്ടുവന്നിരുന്നത്. ഈ കുതിരയെ ഉപയോഗിച്ചുകൊണ്ട് ഈത്തപ്പഴം ചവിട്ടി മെതിക്കും. അപ്പോ അത് പൊട്ടും. അപ്പൊ അതിനുള്ള കുരെടുത്ത് കളയണം. ആ കളയുന്ന ജോലി ആര് ചെയ്യും? കുതിരയെ ഇങ്ങനെ ഓടിപ്പിച്ചിട്ട് ചെയ്യും. അപ്പൊ ഞാനതിന്റെ കുരെടുത്ത് കളയും. നോക്കണം, ഞാനതിന്റെ ചെലവ് വഹിക്കും. ആ കുതിരയെ കൊണ്ടുപോയി കിണറ്റിന്ന് വെള്ളമെടുപ്പിക്കും. അന്ന് കൊട്ടക്കോരി കൊണ്ട് വലിക്കണ പോലെ കുതിരയെ അല്ലെങ്കിൽ ഒട്ടകത്തെ കെട്ടിയിട്ട് അതിനെ കൊണ്ട് നടത്തിക്കും. അങ്ങനെയാണ് കിണറ്റിന്ന് വെള്ളം എടുക്കുക. അതും ഞാൻ ചെയ്തിരുന്നു. ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു ഉമ്മ, വാപ്പയുടെ സിദ്ദീഖ് എന്നവരുടെ മറ്റൊരു ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തിയാണ്, പക്ഷെ ഉമ്മ വേറെയാണ്. അവരാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ. ഞാനാണ് ആ കുതിരക്ക് വേണ്ടിയിട്ട് അതിന്റെ ഭക്ഷണം കുഴച്ചു കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ മാവ് കുഴക്കുന്ന ജോലി ഞാൻ ചെയ്യുമായിരുന്നു. എനിക്കാണെങ്കിലോ അങ്ങനെ പത്തിരിയൊന്നും നന്നായി ഉണ്ടാക്കാൻ അറിയുമായിരുന്നില്ല. അപ്പോ കുതിരന്റെ ജോലി ചെയ്യും, വീട്ടിലെ ഭക്ഷണവും ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതലാളിയായിരുന്നു, കച്ചവടക്കാരനായിരുന്നു, നല്ല ബിസിനസ്സുകാരന്റെ മോളാണ്. പക്ഷെ കല്യാണം കഴിച്ച് സുബൈർ എന്നവരോ ആകെ കുതിരയുള്ളൂ, ഒന്നുമില്ല. പിന്നെ എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയ ഇടങ്ങളിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങും, വീട് പോലുമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം എനിക്ക് കഴിഞ്ഞുപോയി എന്ന് അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ.
മുമ്പ് വീടില്ല, വാടക വീടാന്ന് പറഞ്ഞാൽ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വലിയ പ്രയാസമല്ലേ. അതുപോട്ടെ, ഉള്ള വീട് ചെറുതാണ്, മോഡലല്ല, പുതിയതല്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇപ്പൊ തിരിച്ചു പോരുന്നത്. ആ ഒരു കാലഘട്ടം ആലോചിച്ച് നോക്കി. അള്ളാഹു എപ്പോഴാണ് നിഅമത്ത് തരിക? നമ്മുടെ മനസ്സ് നന്നായോ? വലിയ കൊട്ടാരം കണ്ട് കെട്ടിച്ചു കൊടുത്തതാ, അതൊക്കെ പണയത്തിലായിട്ട് ജപ്തിക്ക് പോയി, ഒന്നുമില്ലാതെ വഴിയാധാരമാകുന്നില്ലേ? ഒരു വരുമാനമില്ല എന്ന് വിചാരിച്ചു, പക്ഷേ ആ മകൻ, ആ മോൻ, പുതിയാപ്പിള നല്ല ചെറുക്കനാണ്, അവൻ ദീൻ ഉള്ളവനാണ്, അത് മാത്രം ചിന്തിച്ച് കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ അള്ളാഹു അവർക്ക് സൗകര്യം കൊടുക്കുന്നില്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കും.